ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാനിന്ന് സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിഷ്യൻസികളും ക്രേവിങ്സും എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ നമുക്ക് ചിലവർക്ക് ചില ഫുഡിനോട് പ്രത്യേകിച്ച് ഒരു ക്രേവിങ്സ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ എങ്ങനെ നമുക്ക് കുറയ്ക്കാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോ കൂടെ പറഞ്ഞു തരുന്നത്. ചിലവർക്ക് ഐസ് ഇങ്ങനെ കടിച്ച് തിന്നുന്നൊരു സ്വഭാവം ഉണ്ടാവും. എപ്പോഴും ഐസ് തിന്നുന്നൊരു ടെൻഡൻസി ഉണ്ടാവും. മെയിനായിട്ട് അയൺ ഡെഫിഷ്യൻസിയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അയൺ ധാരാളം അടങ്ങിയ ഫുഡ്, അതായത് ഹൈ ക്വാളിറ്റി റെഡ് മീറ്റ് നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കണം. ഒക്കെ ചിലർക്ക് ചോക്ലേറ്റ് മിഠായികളോട് ക്രേവിങ്സ് നല്ലപോലെ ഉണ്ടാവും. അത് മെയിനായിട്ട് മാഗ്നീഷ്യം ഡെഫിഷ്യൻസിയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ പംകിൻ സീഡ്, സ്പിനച്ച് മുതലായവ ഡയറ്റിൽ ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് കുട്ടികളിലെ ക്യാൻഡികളോട് കൂടുതൽ ആഗ്രഹം, എപ്പോഴും കഴിക്കാനുള്ളൊരു ടെൻഡൻസി, അത് മെയിനായിട്ട് വരുന്നത് സിങ്ക് ഡെഫിഷ്യൻസിയാണ്. അപ്പോൾ സിങ്ക് ധാരാളം അടങ്ങിയ ഓയിസ്റ്റർ, അതുപോലെ ബീഫ് പോലെയുള്ള ഫുഡ് അവരുടെ ഡയറ്റിൽ ആഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അടുത്തൊരു ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് കുട്ടികൾ ഈ ചോക്ക് കടിച്ച് തിന്നുക, ക്ലേ കടിച്ച് തിന്നുക, അതുപോലെ തന്നെ മണ്ണ് വാരി തിന്നുക, അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ട്. അത് മെയിനായിട്ടും വരുന്നത് കാൽഷ്യം ഡെഫിഷ്യൻസിയാണ്. അപ്പോൾ നിങ്ങൾ ഹൈ ക്വാളിറ്റി ഡയറി പ്രൊഡക്റ്റ്, അതായത് മിൽക്ക്, നല്ല ക്വാളിറ്റി ഉള്ള മിൽക്ക് കുട്ടികൾക്ക് അവരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അടുത്തൊരു ക്രേവിങ്സ് എന്ന് പറയുന്നത് നമുക്ക് ബ്രെഡിനോടുള്ള ക്രേവിങ്സ്. ബ്രെഡിനോട് ഭയങ്കര ക്രേവിങ്സ് ചിലവർക്കുണ്ടാവും. അത് മെയിനായിട്ടും വരുന്നത് ബി വൈറ്റമിൻ ഡെഫിഷ്യൻസിയാണ്. അപ്പോൾ നിങ്ങൾ സാലഡ്സിലൊക്കെ ന്യൂട്രീഷൻ ഈസ്റ്റ് നിങ്ങൾക്ക് സ്പ്രെഡ് ചെയ്ത് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഇനി അടുത്തത് ചിലർക്ക് ഈ പുളിയുള്ള ഫുഡിനോട് ഭയങ്കര ക്രേവിങ്സ് ആയിരിക്കും. അത് മെയിനായിട്ട് കോളൈൻ ഡെഫിഷ്യൻസിയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കോളിൻ എന്ന് പറയുന്നത് നമ്മുടെ മുട്ടയുടെ മഞ്ഞയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ എഗ് യോക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ അല്ലെങ്കിൽ ഡയറ്റിൽ നിങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്രേവിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ പേഴ്സണലൈസ്ഡ് ഡയറ്റ് പ്ലാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ഈ നമ്പർ തന്നെ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നത് സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹെൽത്തി, ബൈ.